ഇവിടെ പിന്നെ ഒട്ടും ക്ഷാമില്ലാത്തൊരു ഐറ്റം കേട്ടോ മുരിങ്ങൻ്റെ ഇല. ഇവിടെ ഒട്ടുമിക്ക വീടുകളിലും മുരിങ്ങൻ്റെ ഇലൻ്റെ മാവ് ഉണ്ടാവാറുണ്ട്. ഇവിടെ തന്നെ ഒന്നല്ല രണ്ട് മാവുണ്ട്. ഒന്ന് മുറ്റത്തോട്ട് ഇറങ്ങുമ്പോൾ ചെറിയൊരു മരമുണ്ട്, പിന്നെ സൈഡിലായിട്ട് വലിയൊരു മരമുണ്ട് കേട്ടോ. ഞാൻ എപ്പോഴും ഈ ചെറിയ മരത്തിൽ നിന്ന് തന്നെ കേട്ടോ ഇലകൾ പൊട്ടിക്കാറുള്ളത്, കാരണം എനിക്ക് അതിൻ്റെ ആവശ്യം വരാറുള്ളൂ. അപ്പം ഇന്ന് ഉച്ചക്കത്തേക്ക് പരിപ്പ് തേങ്ങാച്ചാറും അതുപോലെ തന്നെ കുറച്ച് അയിലിരിക്കട്ടല്ലേ, കുറച്ചല്ല ഒന്ന് രണ്ട് അയിലിരിപ്പുണ്ടായിരുന്നു. അത് വേഗം ഒന്ന് വൃത്തിയാക്കിയിട്ട് അതും കൂടെ പൊരിക്കാന്നാട്ടോ വിചാരിച്ചത്. അങ്ങനെ ആ പരിപ്പ് നല്ലോണം കഴുകി വൃത്തിയാക്കി കുക്കറിലോട്ട് കയറ്റിയിട്ടുണ്ട്. പിന്നെ എന്താ വേഗം അയില അങ്ങോട്ട് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലോട്ട് ഉപ്പും മുളക് പൊടി എന്താണ് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് നല്ലോണം കുഴച്ചെടുത്തിട്ട് അല്ലേ തിരുമ്പി എടുത്തിട്ട് അത് വേഗം ഒന്ന് പൊരിച്ചെടുക്കാമെന്ന് ഓർത്ത്. അപ്പോഴത്തേക്ക് നമ്മുടെ പരിപ്പോടെ വെന്ത് നല്ലോണം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വേഗം നോക്കുകയാണ്. പിന്നെ അയില വേഗം പൊരിക്കാനിട്ടുണ്ടായിരുന്നേ. പിന്നെ കുത്തിയിരുന്ന് ഈ മുരിങ്ങിൻ്റെ ഇല ക്ലീൻ ആക്കണം, അത് മാത്രം എനിക്കൊരു മടിയുള്ളൊരു കാര്യം കേട്ടോ. പക്ഷെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഈ ഒരു ഐറ്റം. അങ്ങനെ ദാ മീൻ വറുത്തപ്പോൾ അത് മാറ്റിയിട്ട് ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ട് ആ ചട്ടി അങ്ങോട്ട് ഇറക്കി വെക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ആ ചട്ടിയിലിട്ട് ചോറ് തിന്നണം, നല്ല ടേസ്റ്റാണ്. അങ്ങനെ ഇതാ മുരിങ്ങൻ്റെ ഇല ചാറ് വെക്കാൻ വേണ്ടി ഓർത്തിട്ട് ഇതാ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ഇതാ കടുക് പൊട്ടിച്ച് പിന്നെ തേങ്ങ അങ്ങോട്ട് ഇട്ടെടുത്ത് അത് നല്ലോണം മൂത്ത് വന്നപ്പോഴത്തേക്കും നമുക്ക് മുരിങ്ങൻ്റെ ഇലയും കൂടി തട്ടിക്കൊടുത്തിട്ട് പിന്നെ ആ പരിപ്പും കൂടി തട്ടിക്കൊടുക്കാം കേട്ടോ. ഇത്രേ ഉള്ളൂ പണി. പക്ഷേ കറി നല്ല ടേസ്റ്റ് ഉള്ളൊരു കറിയാണ് കേട്ടോ. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി കുറവ് കണ്ടപ്പോൾ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടെടുത്തിട്ട് ഒന്ന് ചൂടാക്കി എടുത്തപ്പോഴത്തേക്കും കറി സെറ്റ് ആയിട്ടുണ്ട്. പിന്നെ ആ ചൂട് കറി അങ്ങോട്ട് ഇറക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ടോ. ഇനി അവിടെ ഇരുന്ന് കൊട്ടണ്ട. അങ്ങനെ ഇതാ കറി ഇറക്കി വെച്ചിട്ട് അവിടെ തിണ്ണപ്പറഞ്ഞാണൊന്ന് തുടച്ചിരുന്നുണ്ട് കേട്ടോ. കറി കുറച്ച് തെറിച്ചിട്ടുണ്ടായിരുന്നു, അതും ഒന്ന് തുടച്ചിട്ടിട്ട് പിന്നെ ചോറ് ആവിയേറ്റാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പരന്ന പാത്രങ്ങളൊക്കെ കൈയോടെ കഴുകി വെച്ചിട്ട് ആ ആ സിങ്ങും കൂടെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി ഇടുന്നുണ്ട്. അപ്പോഴാട്ടോ ഐനൂസിന് ജ്യൂസ് വേണമെന്ന് പറഞ്ഞ് വന്നത്. അങ്ങനെ അവൾക്കൊരു ജ്യൂസ് അടിച്ചു കൊടുക്കാം കേട്ടോ. ഒരു ആപ്പിളേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഒരു ഇത്തിരി കഷ്ണം മാങ്ങ ഇട്ട് നോക്കി അടിച്ചേട്ടോ. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. മാങ്ങ ഇട്ട് അടിച്ചിട്ട് ഞാൻ എൻ്റെ ജ്യൂസ് ഫ്രിഡ്ജിൽ വെച്ചു, അവളുടെ ജ്യൂസ് അവൾക്ക് കുടിക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നേ. പിന്നെ കുറച്ച് തുണികൾ അലക്കി വിരിച്ചിട്ടുണ്ടായിരുന്നു, അതും വിരിച്ചിട്ട് ഞാൻ തുടച്ചും കയറി. പിന്നെ ഒന്ന് കുളിച്ച് വന്നപ്പോഴത്തേക്ക് ചോറ് കഴിക്കാൻ വരുന്നുണ്ട്. അപ്പോൾ മുരിങ്ങൻ്റെ ഇലയും അതുപോലെ തന്നെ അച്ചാറും മീൻ വറുത്തത് കൂട്ടി ഞാനും അതിനൂസ് നല്ല സൂപ്പറായിട്ട് ചോറ് കഴിച്ചു. പിന്നെ ആ ജ്യൂസ് എടുത്ത് കുടിച്ചിട്ടോ. അപ്പോൾ അത്ര ഒന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടാൻ നിങ്ങളേക്കാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ പുതിയൊരു വീഡിയോ. ബൈ.